നമസ്കാരം, ഞങ്ങൾ സെന്റ് മേരീസ് യുപി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. പ്രകാശം ഒരു മജീഷ്യനാണ്. നമുക്ക് പരസ്പരം കാണാൻ കഴിയുന്നതും ആകാശത്തിന്റെ നീലനിറവും മഴവില്ലിന്റെ ഏഴഴകും എല്ലാം പ്രകാശത്തിന്റെ വിവിധ മാജിക്കുകളാണ്. ഇത്തരത്തിൽ പ്രകാശത്തിന്റെ ചില മാജിക്കുകൾ അടങ്ങിയ ഒരു മാജിക് ബോക്സ് ആണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയുന്നത്. എല്ലാ പ്രതലങ്ങളിലും പ്രതിപതനം നടക്കുന്നത് ഒരുപോലെയാണോ? നമുക്ക് പരിശോധിക്കാം. സമാന്തരമായിട്ടുള്ള പ്രകാശരശ്മികളെ മിനുസമുള്ള പ്രതലത്തിൽ പതിപ്പിച്ചു നോക്കാം. ഇവിടെ സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം സമാന്തരമായി തന്നെ തുടരുന്നു. ഇതാണ് ക്രമപ്രതിപതനം. ഇനി സമാന്തരമായിട്ടുള്ള പ്രകാശരശ്മികൾ ഒരു പരിവർത്തിത പ്രതലത്തിലാണ് പതിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇവിടെ സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം സമാന്തരമായിട്ടുള്ള തുടരുന്നത്. ഇതാണ് വിസരിത പ്രതിപതനം. ഇനി ദർപ്പണങ്ങളിൽ എങ്ങനെയാണ് പ്രതിപതനം സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെട്ട് അകന്നു പോകുന്നതായി തോന്നുന്നു. ലെൻസുകളിൽ പതിക്കുന്ന പ്രകാശരശ്മികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒരു കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഒരു കോൺകേവ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെട്ട് അകന്നു പോകുന്നതായി തോന്നുന്നു. വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ നമ്മൾ ഈ വർഷം നേരിട്ട വലിയൊരു ദുരന്തമായിരുന്നല്ലോ. നമ്മുടെ സഹോദരങ്ങൾ നമ്മെ വിട്ടുപോയി. അവർക്ക് മുമ്പിൽ പ്രാർത്ഥനയുടെ പൂക്കളർപ്പിക്കാൻ ഞങ്ങൾക്ക് 3 പേർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൈവശം ഒരൊറ്റപ്പൂ മാത്രമേ ഉള്ളൂ. ഇതിനെ ഒന്നിലധികം പൂവാക്കി വർദ്ധിപ്പിക്കാൻ നമ്മുടെ മജീഷ്യനായ പ്രകാശ് തന്നെ സഹായം തേടാം. ഇവിടെ 2 സമതലദർപ്പണങ്ങൾ പ്രത്യേക കോണളവിൽ ക്രമീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു സമതലദർപ്പണത്തിൽ കൂടി നോക്കിയാൽ ഒരു പ്രതിബിംബമേ ഉണ്ടാവുകയുള്ളൂ. ഒന്നിന് പകരം 2 സമതലദർപ്പണങ്ങൾ പ്രത്യേക കോണളവിൽ ക്രമീകരിച്ചതിനിടയിൽ ഒരു വസ്തു വെച്ച് നോക്കിയാലോ? ആദ്യം 90 ഡിഗ്രിയിൽ ക്രമീകരിക്കാം. 90 ഡിഗ്രിയിൽ ക്രമീകരിക്കുമ്പോൾ 3 പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നു. 120 ഡിഗ്രിയിൽ 2 പ്രതിബിംബങ്ങളെ കാണാൻ സാധിക്കുന്നു. 90 ഡിഗ്രിയിൽ 3 എണ്ണം, 60 ഡിഗ്രിയിൽ 4 എണ്ണം. ഇത്തരത്തിൽ സമതല ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവുകൾ കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ കൂടുന്നതായി കാണാം. ഇത്തരത്തിലുള്ള നിരവധി പ്രകാശ പ്രതിഭാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. താങ്ക് യു.